what you throw my way. I know your name is written on everyone's mind. Your hope. ഹലോ, എല്ലാവർക്കും ഗ്രീൻ ഫാക്ടറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഗപ്പി ബ്രീഡർ മനുചേട്ടൻ. മനുചേട്ടൻ ഇപ്പോൾ ഗപ്പിയൊക്കെ സ്റ്റോക്ക് ഉണ്ടോ? ഗപ്പി കുറച്ച് വരുന്നുണ്ട്, ആയിട്ടുണ്ട് കുറച്ച് സ്റ്റോക്ക്. പുതിയ സ്റ്റോക്കൊക്കെ എടുത്തോ? പുതിയ സ്റ്റോക്ക് 3-4 ഐറ്റം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ ബ്രീഡ് ആറാവും. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം വിൽപ്പന ഉണ്ടാവും. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബോർമേലാണ്. ബോർമയുടെ ഓണർ നമ്മുടെ കൂടെയുണ്ട്, മാത്തുക്കുട്ടി ചേട്ടൻ. നമുക്ക് ചേട്ടനെ ആദ്യം പരിചയപ്പെടാം. ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് മാത്തുക്കുട്ടി. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഹോട്ട് സ്റ്റാർ ബ്രെഡ്സ്. ഞാൻ 25 വർഷമായി ഈ ബേക്കറി വ്യവസായത്തിൽ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്. താഴെ ഇവിടെ തന്നെ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ബേക്കറി എനിക്കുണ്ട്. അതിൻ്റെ ബോർമയായിരുന്നു ഇത്. ഞാൻ ഇന്നിത് ഒരു കട പോലെ ആക്കുകയാണ് ചെയ്തത്. ലൈവ് എല്ലാവർക്കും കണ്ട് വാങ്ങിക്കുന്നതിന് വേണ്ടി. പക്കാവട ഉണ്ടാക്കണമെന്ന് കാണാം. ആദ്യം പക്കാവടയ്ക്കുള്ള മാവും കാര്യങ്ങളും ഇതിലിട്ട് കുഴയ്ക്കും. ഒരു മിക്സ്ചർ മെഷീനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അത് ഇതിലേക്ക് നിറയ്ക്കും. അതൊക്കെ നമുക്ക് കാണാം എങ്ങനെയാണ്. എന്നിട്ട് അത് നേരെ വറുക്കാനുള്ള ഇതിലേക്ക് മാറ്റിയിട്ട് വറുത്തെടുക്കുകയാണ്. ഇത് പക്കാവട കുഴയ്ക്കുന്ന ഇതാണല്ലോ ലൈവ്. എന്നിട്ട് ഇത് തള്ളി വെച്ചിട്ട് ഇത് ഇങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബ്രെഡ്, കേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന സെറ്റപ്പ് ഒന്ന് പരിചയപ്പെടാം. മൈദ, അതിൻ്റെ മിക്സ്, ഈസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് ഈ പിന്നെ കുഴ മെഷീനകത്തേക്ക് ഇടുക. ഇതിങ്ങനെ കുഴയ്ക്കുന്നു. ബ്രെഡിൻ്റെ അനുസരിച്ചുള്ള തൂക്കത്തിന് വെട്ടിയെടുക്കും. നമ്മൾ കുഴച്ചെടുത്ത മൈദ തൂക്കിയെടുക്കും. തൂക്കിയെടുത്തിട്ട് ഇങ്ങനെ പിന്നെ മോൾഡ് ഇതിലേക്ക് പിന്നെ ഒരു ഷേപ്പ് വരുത്തുന്ന എന്നിട്ട് ഈ അച്ഛനകത്ത് നെയ്യ് തൂക്കും. ആ നെയ്യ് തൂക്കി ഇത് ഇങ്ങനെയാണ് എടുത്ത് വയ്ക്കുന്നത്. ആദ്യം അവിടെ കുഴയ്ക്കുന്നു, എന്നിട്ട് ഷേപ്പ് വരുത്തി ഇവിടെ നെയ്യ് തൂക്കുക വയ്ക്കുന്നു. ആ സാധനം ആ പിന്നെ മോൾഡിനകത്ത് വെച്ച പിന്നെ ഇത് മിക്സ് ഈസ്റ്റിൻ്റെ പവറിൽ അത് പൊന്തി ഇത് പൊന്തി എന്ന് അല്ല പറയാം പൊന്തി പുളിച്ച് ഈ ഷേപ്പിലേക്ക് എത്തും. ഈ ഷേപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് ഇത് ഓവനകത്തേക്ക് എടുത്ത് വയ്ക്കുന്നത്. കുറച്ച് സമയങ്ങൾ കൊണ്ട് ഈസ്റ്റിൻ്റെ പവറിൽ അത് പൊന്തി ഈ ഷേപ്പിലേക്ക് എത്തും. ഈ മോൾഡിൽ പുളിച്ച് പൊന്തിയ ബ്രെഡ്, ആ ബ്രെഡ് ഇവിടെ നിന്ന് എടുക്കുക. ഇന്നത്തേക്കാ വെച്ച് ഇത് നിശ്ചിത അളവിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനകത്തേക്ക് കയറ്റി വയ്ക്കും. അടച്ചു ഒരു 35 മിനിറ്റ് ഓവനകത്തിരുന്ന് അത് ചുട്ട് കഴിഞ്ഞിട്ട് അത് വീണ്ടും ആ ചുട്ട പിന്നെ ബ്രെഡാണ് ഇത് ഇങ്ങനെ ആയി വരും. എടുത്തു. ഇതിപ്പോൾ ചുട്ടതാണ്. അതിപ്പോൾ ഇത്തേലേക്ക് മുട്ടിയിടാം. ഇത് ഭയങ്കര സോഫ്റ്റാണ് ഈ സാധനം.
ഉണ്ടോ? ഞങ്ങൾ കെമിക്കലൊന്നും ചേർക്കുന്നില്ലാത്തതുണ്ടോ? വളരെ സോഫ്റ്റായ സാധനം ഇത്. ഉണ്ടോ? എന്തോ ഉണ്ട്, തീരെ സോഫ്റ്റാണ്, സ്പോഞ്ച് പോലെ. കടയ്ക്കകത്ത് തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇത് ലൈവ് കണ്ട് വാങ്ങിക്കുക. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് യാതൊരുവിധ ഇമ്പ്രൂവറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ലൈവ് അന്നന്നത്തെ സാധനം അന്നന്ന് കൊടുക്കുന്നു, അന്നന്ന് വിൽക്കുന്നു. അതിനകത്ത് ഞങ്ങൾ മുട്ട, നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ചെയ്യും. ഈസ്റ്റും പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. ഇതിനകത്ത് ഈ ഞങ്ങൾ ഇമ്പ്രൂവറുകളോ അതിനകത്ത് കൃത്രിമമായ യാതൊന്നും സാധനവും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അത് ആൾക്കാർക്ക് കണ്ടു വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശിച്ചാണ് ഈ ബോർമയ്ക്കകത്ത് തന്നെ ഒരു കട ഞങ്ങൾ ലൈവ് ചെയ്ത്. അതുകൊണ്ട് ഞങ്ങളോട് നല്ല സഹകരണവും ആൾക്കാരുടെ ഇടയിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ചേർക്കുന്നില്ല എന്നറിയാവുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഒന്ന് ഇവിടുന്ന് വാങ്ങിക്കും. ഇത് സ്ലൈസറിനകത്തേക്ക് ഇത് ഇവിടം വരെ ബ്രെഡ് വയ്ക്കാം കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടി ഇത് ഓണാക്കി ഇങ്ങനെ പാക്ക് ചെയ്യും. ഒരു ബ്രെഡിൻ്റെ സകല പണിയും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഇത് നേരെ തീന്മേശയിലേക്ക് ചെല്ലുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ബ്രെഡിനുള്ളത്. പിന്നെ അതിൻ്റെ ചെയ്യാനുള്ളത് അതിൻ്റെ ഇതെല്ലാം കാണിച്ചുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ള പ്രിൻ്റഡ് സ്റ്റിക്കർ ഒട്ടിക്കുക എന്നുള്ള ഒരു കേസ്. മോൾഡ് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെ. അത് പിടിക്കുന്ന ആ അവസ്ഥ ബ്രെഡ് പിടിക്കുന്ന പോലെ ഇങ്ങനെ കുഴച്ചെടുക്കാന്നേ ഉള്ളൂ. കുഴച്ചെടുക്കുന്നു. ചേട്ടാ പിന്നെ കപ്പ് കേക്ക്സിൻ്റെ ഒന്ന് പറയണേ. കപ്പ് കേക്ക് മണ്ണ് പിടിക്കുന്ന മണ്ണ ഇത്. ഇനി ഇത് പുളിച്ച് പൊന്തി വലുതാവും, മണ്ണിൻ്റെ അത്രയും വലിപ്പത്തിലായ ശേഷമാണ് അത് ഇതിനകത്തേക്ക് ഇതുണ്ടോ ഇതുപോലെ. ഇതിപ്പോൾ പുളിച്ചതാണ്. ഇത് പുളിച്ചതാണിത്. ഇത് അത് ആദ്യം നമ്മൾ അങ്ങനെ വെച്ചു, പിന്നെ അത് പൊളിച്ച് ഇപ്പൊ തന്നെ കുറച്ച് വലുതായിട്ടുണ്ട് നേരത്തേക്കാളും. ഇത് ഇങ്ങനെ പൊളിച്ച് ആകുമ്പോഴത്തേനും നേരെ എടുത്ത് ഈ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഓവനകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്നു, അടയ്ക്കുന്നു. ബണ്ണിനൊരു 10 മിനിറ്റ് മിച്ചം മതി. 10-12 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റിന് താഴെയാവും. നമുക്ക് ബണ്ണെടുത്താലോ? ബണ്ണെടുക്കാം. ഇതാണ് ബണ്ണ്. നല്ല സൂപ്പർ ബണ്ണായിട്ടുണ്ട്. കപ്പ് കേക്കിൻ്റെ മോൾഡാണ്. ഈ മോൾഡിനകത്തേക്ക് ഈ കപ്പ് കേക്കിൻ്റെ പേപ്പർ, ബട്ടർ പേപ്പറാണ്. ഈ പേപ്പർ ഇങ്ങനെ എടുക്കും. കപ്പ് കേക്കിൻ്റെ ബാറ്റൻ ഇതിനകത്ത് ഒഴിച്ചു വയ്ക്കും. അതിൻ്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ എന്ന് പറയുന്ന ആണ് അതിനകത്ത് ഈ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓവനകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചൂടങ്ങ് ചെന്ന് കഴിയുമ്പോൾ കേക്കിന് പൊന്തിയും വരും. അത് പുളിച്ചു പൊന്തിയല്ല, ബ്രെഡ് പോലെ പുളിച്ചു പൊന്തുമല്ല. ഈ ഓവനകത്ത് വെച്ച് ചൂട് ചെല്ലുമ്പോൾ ബേക്കിംഗ് പൗഡർ പ്രവർത്തിക്കാൻ തുടങ്ങും. Through color glass
അപ്പോൾ നമുക്ക് ഇനി ഇത് ഈ സംഭവങ്ങളെ പറ്റിയിട്ട് ഇതിന് പുരാവസ്തുക്കൾ എന്ന് പറയാം അല്ലേ? പുരാവസ്തു. ആ, അപ്പോൾ നമുക്ക് ഇത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. എല്ലാത്തിൻ്റെയും വ്യൂസൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ശരി കേട്ടോ, ഈ വീഡിയോ ഇവിടെ തീരുവാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ സംഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പഴയ സംഭവങ്ങളാണ്, ഓരോ സംഭവങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ശരി, പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.